പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണ്. ഈ പ്രസ്താവന ആളുകൾ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ പ്രായത്തെ കോർട്ടിന് പുറത്തു നിർത്തി ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിക്കുകയാണ് ഈ കരുത്തുറ്റ വനിതകൾ. സമയം രാവിലെ 7 മണിയായി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏലൂർ ഫാക്ട് സ്കൂൾ ഗ്രൗണ്ടിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിചാരിക്കും നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ പരിശീലനം എടുക്കാൻ വേണ്ടി വന്നതായിരിക്കുമെന്ന്. പക്ഷേ അല്ല, പരിശീലനം തന്നെയാണ്, കഠിന പരിശീലനം തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥികളുടേതല്ല, ഒരു കൂട്ടം ആളുകളുടെ പരിശീലനമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ആ കാഴ്ചകളൊന്ന് കണ്ടാലോ. ബാസ്കറ്റ്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആവേശവുമാണ് ഇവരെ വീണ്ടും ജേഴ്സി അണിയിപ്പിച്ചത്. ഒരു കാലത്ത് കോളേജിൽ ജേഴ്സി അണിഞ്ഞവർ വർഷങ്ങൾക്ക് ശേഷം ജേഴ്സി അണിയുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഒരു കാലത്ത് കോളേജിന്റെ തന്നെ അഭിമാനമായിരുന്ന ബാസ്കറ്റ്ബോൾ ടീമിലെ അംഗങ്ങൾ. ബാസ്കറ്റ്ബോളിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കേരള ടീമിലെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലേക്കും ഇവരെ എത്തിച്ചു. കളിയുടെ മികവിൽ പലർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾ ലഭിച്ചു. പലരും പല വഴിക്ക് പിരിഞ്ഞു. കുടുംബത്തിന് വേണ്ടി അമ്മയെന്ന കോർട്ടിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞവരുമുണ്ട് കൂട്ടത്തിൽ. ഒരു 93-95ഓടുകൂടിയൊക്കെ ഞങ്ങൾ കളികൾ നിർത്തി. പിന്നെ കല്യാണം കഴിഞ്ഞു, പിള്ളേരായി, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ലൈഫ് അതിലേക്കായി. അത് കഴിഞ്ഞിട്ടാണ് ഈ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ റീബൗണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ 2015 സ്റ്റാർട്ട് ചെയ്തു. പൂർണ്ണ പിന്തുണ നൽകി കുടുംബാംഗങ്ങളും ഒപ്പം കൂടി. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും കൂടെ ഉണ്ട്. 2022 മുതൽ മാസ്റ്റേഴ്സിന്റെ ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ എതിരാളികളുടെ ബാസ്കറ്റുകൾ നിറച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2023 ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യ പസഫിക് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ജേതാക്കളായി. ഇതിന് പോകേണ്ട എല്ലാ ഫണ്ടും നമ്മൾ തന്നെയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് യെല്ലോ ക്ലൗഡ്സ് യൂണിഫോം ഞങ്ങളെ സ്പോൺസർ ചെയ്തു. ശരിക്കും അതൊരു ഭയങ്കര എൻകറേജ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ UBCയുടെ സപ്പോർട്ടുണ്ട്. ജേഴ്സി കംപ്ലീറ്റ് ഇതും ട്രാക്കും യെല്ലോ ക്ലൗഡ്സ് സ്പോൺസർ ചെയ്തു. തായ്വാനിലെ ന്യൂ തായ്പോയ് സിറ്റിയിൽ ഈ മാസം 17-ന് തുടങ്ങുന്ന ലോക മാസ്റ്റേഴ്സ് ഗെയിംസിൽ അവർ വീണ്ടും അംഗം കുറിക്കുന്നു. അതിനുള്ള പരിശീലനത്തിലാണ് ഈ വനിതകൾ. അവർക്ക് പിന്തുണ നൽകി എതിരാളികളായി മത്സരിക്കുന്നതോ പുരുഷന്മാർ. കിരീടവുമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവർ തന്നേക്കുന്ന ഉറപ്പ്. അതിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഇവിടെ നിരന്തരം ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയും ആ പ്രാക്ടീസിൻ്റെ ഫലമായി മറ്റേത് ടീമിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള പരിശീലനം നേടിയിട്ടാണ് ഇവർ പോകുന്നത്. ബാസ്കറ്റ്ബോൾ എന്ന സ്വപ്നത്തിനു വേണ്ടി വീണ്ടും അവർ ഒന്നിച്ചെത്തി. വർഷങ്ങൾക്ക് ശേഷം പ്രായത്തെ കോർട്ടിന് പുറത്തു നിർത്തി. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കും റെനീഷിനുമൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.